നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കയ്യിൽ നിന്ന് നിലത്തേക്ക് സാധനങ്ങൾ വീഴാറില്ലേ? എല്ലാവരുടെയും കയ്യിൽ നിന്ന് അങ്ങനെ സാധനങ്ങൾ താഴെ വീഴാറുണ്ട്. ചിലപ്പോൾ കുപ്പി ഗ്ലാസ് താഴെ വീണ് പൊട്ടാറൊക്കെ ഇല്ലേ? അപ്പോൾ അത് ഓർത്ത് നമ്മൾ വിഷമിക്കാറുണ്ട്. കാരണം കുപ്പി ഗ്ലാസ്സാണ്, താഴെ വീണ് പൊട്ടുമ്പോൾ അത് ദോഷമുണ്ടാകും എന്നൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതിനായി ഇന്നത്തെ വീഡിയോ കേൾക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടിക്കടി സാധനങ്ങൾ നിലത്തേക്ക് വീഴുന്നത് ചിലപ്പോൾ ഗ്രഹദോഷങ്ങളോ ഗ്രഹങ്ങളുടെ അപ്രീതിയോ അല്ലെങ്കിൽ വീടിൻ്റെ വാസ്തുദോഷങ്ങളോ കാരണമാകാം എന്നാണ് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വഴുതിയോ അല്ലാതെയോ താഴേക്ക് വീഴുന്നത് സാധാരണയാണ്. അത് എപ്പോഴും ചിലപ്പം ആഴ്ച ഒരിക്കലെങ്കിലും ഇങ്ങനെ സംഭവിക്കാതെ ചിലപ്പോൾ കുക്കുവച്ചിപ്പ് താഴെ വീഴാറുണ്ട്. കുപ്പി ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അറിയാതെ അങ്ങോട്ടൊന്ന് വെക്കുന്ന നേരത്ത് വെച്ചിട്ട് കൈ തിരിച്ചെടുക്കുമ്പോഴായിരിക്കും കൈയുടെ വിരലിൻ്റെ ഒരു തുമ്പ് തട്ടിയാൽ മതി. കുപ്പി ഗ്ലാസ് അല്ലേ, ചിലപ്പോൾ നിലത്ത് വീണ് ഉടയാറുണ്ട്. അതുമാത്രമല്ല, കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്നും കുട്ടികൾക്ക് അതുകൊണ്ടാണ് കുപ്പി ഗ്ലാസ് കൊടുക്കരുതെന്ന് പറയുന്നത്, വെള്ളമൊന്നും കൊടുക്കരുതെന്ന്. അങ്ങനെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് സാധനങ്ങൾ ഉടയാറുണ്ട്. അതുപോലെ കുങ്കുമച്ചെപ്പ്, സ്ത്രീകൾ കുങ്കുമം നെറ്റിയിൽ തൊടാനായിട്ട് നെറുകയിൽ തൊടാനെടുക്കുമ്പോൾ, സീമന്തരേഖയിൽ തൊടാനെടുക്കുമ്പോൾ അത് എടുത്തിട്ട് തിരിച്ചു വെക്കുന്ന നേരം ഇതുപോലെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ചില സാധനങ്ങൾ മാത്രം അടിക്കടി ഇങ്ങനെ സംഭവിക്കുന്ന അശുഭകരമാണ്. അത് ചിലത് കുപ്പികൾ, ഗ്ലാസ്, അങ്ങനെ സിന്ദൂരം, ഇതൊക്കെ അടിക്കടി സംഭവിക്കുന്നത് വളരെ ദോഷകരമാണെന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളോ അടയാളങ്ങളോ നമുക്ക് വരാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇത് വെറുതെ തട്ടിക്കളയരുത്, ഇത് കേൾക്കണം. ഈ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ തവണ വീഴുന്നത് കുഴപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ ഇത് പതിവായി, ഇപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ തവണ വീഴുവാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്നാലും നമ്മൾക്ക് ഒരു കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു നെഗറ്റീവ് കയറും. അയ്യോ, എന്തെങ്കിലും ദോഷമുണ്ടോ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് ദോഷമായിട്ട് മാറും. അപ്പം ഒന്ന് രണ്ട് തവണയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ടെൻഷൻ വരും. അല്ലെങ്കിൽ എന്തുവാ നമ്മൾ കൂടുതൽ ആളുകൾ ഓടി അമ്പലത്തിലേക്ക് എന്തുവാ അവിടെ ചെന്ന് തിരുമേനിയോട് പോലും നമ്മൾ ചോദിക്കാറുണ്ട്, എന്താ ഇതിങ്ങനെ വന്നത്. അപ്പം ഇങ്ങനെ താഴേക്ക് പതിക്കുന്നത് ദൗർഭാഗ്യം തന്നെയാണ്. വന്ന് ചേരാൻ പോകുന്ന പല ബുദ്ധിമുട്ടുകളെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിന് കാരണം ഗ്രഹദോഷങ്ങളോ ഗ്രഹങ്ങളുടെ അപ്രീതിയോ വാസ്തുദോഷമോ ഒക്കെ ആവാം. ഇങ്ങനെ സാധനങ്ങൾ പതിവായി താഴേക്ക് വീണാൽ വരുന്ന ദോഷങ്ങളെക്കുറിച്ച് പറയാം. ആരതി താലവും ചിരാതും. ആരതി താലമോ അതിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ചിരാതോ കയ്യിൽ നിന്ന് അടിക്കടി താഴേക്ക് പതിക്കുന്നത് നല്ല ലക്ഷണമല്ല. ഇപ്പോൾ നമ്മൾ ആരതി അറിയാമല്ലോ, ആരതി താലം, ചിരാത്, വിളക്ക് കത്തിച്ചിട്ട് അല്ലെങ്കിൽ മൺചിരാത് താഴേക്ക് കൊണ്ടുപോകുമ്പം എന്തോ കൈ തട്ടി വീഴുകയും നമുക്ക് തന്നെ അറിയത്തില്ല എന്തുകൊണ്ട് അത് വീണു എന്നുള്ളത്. നിങ്ങളുടെ ആരാധനാമൂർത്തി നിങ്ങളുടെ പൂജകൾ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇത് അനിഷ്ടകരമായ കാര്യം പ്രവർത്തിച്ച് അല്ലെങ്കിൽ നമ്മളിൽ നിന്നൊരു അനിഷ്ടകരമായ കാര്യം ഉണ്ടായിരിക്കുന്നു എന്നും അത് സൂചിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുന്ന എന്തോ ഒരു ദുരന്തം വന്നേക്കാമെന്നും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരതി പൂജയിലെ വിളക്ക് പെട്ടെന്ന് അണയുന്നത് നല്ലതല്ല. നമ്മൾ എന്ത് കാര്യത്തിനും ഒരു ശുഭകരം, വിളക്കെന്ന് പറയുന്നത് തന്നെ ശുഭകരമായ ഒരു കാര്യമാണ്. ദൈവപ്രീതിക്ക് ആദ്യം നമ്മൾ വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കാറ്റ് പോലും അടിക്കാതെ അണയുന്നെന്ന് വെച്ചാൽ അതും ആ ദേവൻ അല്ലെങ്കിൽ ആ ദേവി നമ്മൾ ചെയ്യുന്ന കാര്യം സ്വീകരിച്ചിട്ടില്ല എന്ന് അർത്ഥമാക്കുന്നു. ഇതൊരു ദോഷകരമായ കാര്യമാണ്. അടിയന്തരമായി ചെയ്യേണ്ട ഒരു പരിഹാരം എന്നത് ആരതി പൂജ ആദ്യം മുതൽ ആരംഭിക്കുക എന്നതാണ്. ഇത് ദോഷഫലങ്ങളെ കുറയ്ക്കുന്നു. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അത് പിന്നെ പകുതിക്ക് നിർത്തിയിട്ട് അത് വീണ്ടും ഒന്നേ തുടങ്ങണം. അപ്പോൾ ഒരു പൂജയിലാണെങ്കിലും വിളക്ക് ആദ്യമേ ചില പൂജകളിൽ പഞ്ചതിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു. ഒരു കാര്യത്തിന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിളക്ക് അണയുകയാണെങ്കിൽ ഭയപ്പെടേണ്ട, അത് ഒന്നേന്ന് പിന്നെയും തുടങ്ങിയാൽ മതി. എങ്കിലും അത് ചില ദോഷത്തിൻ്റെ കാരണങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ വീണ്ടും ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് ഒന്നേന്ന് നമുക്ക് തുടങ്ങാം. എണ്ണ, കുരുമുളക്, ഇതെല്ലാം ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എണ്ണ, കുരുമുളക്, അതിനാൽ കുരുമുളക്, എണ്ണ, പ്രത്യേകിച്ച് കടുകെണ്ണ എന്നിവ തറയിൽ വീഴരുത്. ഇനി ശനിദേവനെ അസ്വസ്ഥനും കോപാകുലനുമാക്കും. ഇങ്ങനെ ചെയ്യുന്നത് നിലത്ത് വീഴുന്നത് മൂലം ശനിദേവനെ അസ്വസ്ഥനും കോപാകുലനുമാക്കുന്നത് ജീവിതത്തിൽ ശനിയുടെ ദോഷഫലങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇതൊക്കെ ആത്യന്തികമായി പറയുന്നത് ദോഷങ്ങൾ വരുത്തുന്നതാണ്. നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നതാണെങ്കിൽ പോലും ഇത് നമ്മൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം. അത് കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ നിലത്ത് വീണിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അത് വീഴുന്നതായിരിക്കും. അതിനെ ദോഷമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
നമ്മൾ സൂക്ഷിക്കുക. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് നിലത്ത് വീഴാതെ അടി വെച്ച് കുടത്തിനകത്ത് വെള്ളമെടുത്ത് അത് നിലത്ത് പോലും വീഴാതെ പോകുന്ന ഒരു ചടങ്ങൊക്കെ ഇല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ സൂക്ഷിക്കും ഈ കാര്യങ്ങൾ. അതുപോലെ അക്ഷതം, ധാന്യങ്ങൾ, നെല്ലും അരിയും ചേർന്ന് അക്ഷതവും ധാന്യങ്ങളും മഹാലക്ഷ്മിക്ക് പ്രീതികരമായ കാര്യങ്ങളാണ്. അതിനാൽ ഇവ കയ്യിൽ നിന്ന് വീണാൽ അതിനർത്ഥം ലക്ഷ്മി അപ്രീതി എന്നാണ്. ലക്ഷ്മി ദേവിയുടെ അപ്രീതി ഉണ്ടെന്നാണ്. അശ്രദ്ധമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവ വീഴുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ അതിൽ ചവിട്ടുകയോ ചെയ്താൽ അതിനെ നെറ്റിയിൽ തൊട്ട് നമസ്കരിച്ച് തെറ്റിന് ക്ഷമ ചോദിക്കുക. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ തിരുമേനി തൂശനിലയിൽ നമ്മൾക്ക് പ്രസാദം തരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചില പുഷ്പങ്ങൾ വെച്ചിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പുഷ്പങ്ങൾ അറിയാതെ ചിലപ്പോൾ നിലത്ത് വീഴാറുണ്ട്. വീണ് കഴിഞ്ഞാൽ നമ്മളത് അമ്പലത്തിൽ വീണ് നമ്മൾ ചിലപ്പോൾ കാണാതെ ചിലർ മൈൻഡ് ചെയ്യാറ് അതങ്ങ് പോകും. അപ്പോൾ നമ്മൾ അതിനെ എടുത്ത് നെറ്റിയിൽ കണ്ണിൽ തൊട്ട് ഭഗവാനെ അറിയാതെ സംഭവിച്ചു. കാരണം അത് പ്രസാദമാണ് ഭഗവാന്റെ. ആ നിമിഷം ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജി നമ്മളിലേക്ക് എത്തണം. അത് കൈ കിട്ടുന്ന സമയത്ത് ചിലവരുടെ കയ്യിൽ നിന്ന് നിലത്ത് വീഴാറുണ്ട്. അപ്പോൾ അത് വീണ് കഴിഞ്ഞാൽ അതിനെ അവിടെ അങ്ങ് ഉപേക്ഷിക്കുകയല്ല, അതെടുത്ത് കണ്ണിൽ വെച്ച് ഭഗവാനെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പോയതാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അത് ഒന്നുകിൽ അവിടെ ക്ഷേത്രത്തിൽ തന്നെ സൈഡിലോട്ട് എവിടെയെങ്കിലും വെച്ച് നിലത്ത് വീണത് പിന്നെ എടുത്ത് കൊണ്ടുപോരണ്ട, അത് ക്ഷേത്രത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നമുക്കത് വെക്കാം. പാൽ തിളച്ചു തൂകുന്നത് ഗൃഹപ്രവേശന വേളയിൽ സാധാരണ ചിലപ്പോൾ കണ്ടുവരുന്നത് പാൽ തിളച്ചു തൂകുന്നത് വളരെ ശുഭകരമായി ഒന്നായി കണക്കാക്കുന്നത് ഗൃഹപ്രവേശന വേളയിൽ. എന്നാൽ സാധാരണ സാഹചര്യങ്ങളിൽ വീടുകളിൽ പാൽ തിളച്ചു തൂകുന്നത് നല്ലതല്ല. ചിലപ്പോൾ പാൽ വെച്ചിട്ടായിരിക്കും അങ്ങോട്ട് കുട്ടികളുടെ കാര്യം നോക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും പാൽ തിളപ്പിക്കാൻ വെക്കുമ്പോഴായിരിക്കും പുറത്ത് വിരുന്നുകാരോ എന്തെങ്കിലും വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ തിളച്ച് പെട്ടെന്ന് പോകുന്നത് സാധാരണ വീടുകളിൽ, അതായത് പാല് കാച്ച സമയത്താണെങ്കിൽ അത് പ്രശ്നമില്ല. അല്ല സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് ലക്ഷ്മി ദേവി വിട്ടുപോകാൻ ഇടയാക്കും. നമ്മുടെ വീട്ടിൽ വസിക്കുന്ന ലക്ഷ്മി ദേവി വിട്ടുപോകാൻ ഇടയാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വച്ചിട്ട് ദൂരേക്ക് മാറിപ്പോകരുത്. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അല്പനേരം, അതായത് ഫ്രീ ടൈമിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തുകൊണ്ടിരിക്കുക. ചിലർ ജോലി ചെയ്ത് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തായിരിക്കും ഇതും വന്ന് നോക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യവും നടക്കത്തില്ല. ഇത് നമുക്ക് ജീവിതം തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സാമ്പത്തികമാണ് ഏത് കാര്യത്തിനും വേണ്ടത്. ഒരു നേരത്തെ അന്നം കഴിക്കണമെങ്കിൽ പോലും എല്ലാത്തിനും വലിയ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പാലൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കും. ചില കാര്യങ്ങളുണ്ട്, അത് ജ്യോതിഷപരമായിട്ടാണെങ്കിൽ ഉണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ ഒരു അശ്രദ്ധയും ചിലപ്പോൾ വന്നു പോകാം. മനുഷ്യനല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് തല ഒരു കമ്പ്യൂട്ടറിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് ഉള്ളതിനെക്കാട്ടി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ ഒരു മനുഷ്യൻ്റെ തലയ്ക്കകത്ത് തന്നെ ഉണ്ട്. രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മനുഷ്യന് നാളത്തെ കാര്യങ്ങൾ, നാളെ എന്തെല്ലാം കടങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കടം വാങ്ങിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിവെച്ച് അതിനെ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണമോ വെള്ളമോ തറയിലേക്ക് വീഴുകയോ കളയുകയോ ചെയ്യരുത്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നമാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്ന ആളാണ്. ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മൊബൈലിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വരും. പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാതെ തന്നെ കൈതട്ടി വെള്ളം നിലത്ത് വീഴാറുണ്ട്. അപ്പോൾ ഇത് ലക്ഷ്മി ദേവിയെ അവമാനിക്കുന്ന തുല്യമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരാൾ വന്നാൽ പോലും എണീക്കരുത്. ആ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എണീക്കരുതെന്നാണ് പറയുന്നത്. മുതിർന്ന ആരെങ്കിലും വന്നാൽ പോലും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ കാലത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ വീട്ടിലോട്ട് വന്നാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ അവർ പറയും, കണ്ടില്ലേ അവൻ അതും കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ചെന്നിട്ട് ഒരു ബഹുമാനമില്ല. പക്ഷേ ആ വ്യക്തിയെ കാണിക്കേണ്ട ബഹുമാനത്തെക്കാട്ടിൽ കൂടുതൽ ഈ അന്നത്തിനോട് നമ്മൾ കാണിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് കൂടുതൽ, അല്ലെങ്കിൽ ടി വിയുടെ അടുത്ത് ആൾ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ തിരക്ക്, നമ്മളറിയാതെ ഞാൻ തന്നെ ചിലപ്പോൾ മൊബൈലെടുത്ത് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ മറുപടി പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. മറ്റുള്ളവരെ മുഷിപ്പിക്കുകയും പാടില്ലല്ലോ എന്നോർത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പലപ്പോഴും സ്റ്റീൽ ഗ്ലാസ്സാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിലത്ത് അത് വീഴാറുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അത് കാര്യമാക്കാറില്ല. കാരണം 100,000 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇതൊക്കെ കാര്യമാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന അശ്രദ്ധ മൂലമാണ് അപ്പോൾ അത് സംഭവിച്ചത്. കാരണം ഒരു കാര്യം, പ്രത്യേകിച്ച് ആഹാരം കഴിക്കുമ്പോൾ ദൈവമേ നാളെ എനിക്കത് ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതിന് ഭവ്യതയോടെ ആഹാരത്തിന് മുന്നിൽ ഇത് സംസാരിക്കാൻ കൂടി പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ
ഐശ്വര്യക്ഷയം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയിലേക്ക് പോലും ഇത് നയിച്ചേക്കാമെന്നാണ്. കാരണം ആഹാരം കഴിക്കുമ്പോൾ ഭക്ഷണം വെള്ളവുമായിട്ട് മുമ്പേ വന്നിരിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആഹാരം ചിലപ്പോൾ ആ ഉരുള വായിലോട്ട് വെക്കുമ്പോഴായിരിക്കും കൈതട്ടി വീഴുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നും വരാതെ പ്രത്യേകം സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഉപ്പ് താഴെ വീഴുന്നത്, അബദ്ധത്തിൽ പോലും തറയിൽ ഉപ്പ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണേ, സ്ത്രീകളോടാണ് പറയുന്നത്. പുരുഷന്മാരും വീടുകളിൽ ആഹാരം പാകം ചെയ്യുന്നവരുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പാണ് നിലത്ത് വീഴാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുന്നത് ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്ന പരമ്പരകളായിരിക്കുമെന്നുള്ള ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുടെ പരമ്പര പരമ്പര എന്ന് പറഞ്ഞാൽ സീരിയൽ കേട്ടിട്ടില്ലേ, അത് പരമ്പരയായിട്ട് ഇങ്ങനെ പോയി കാണും. അപ്പം ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളുടെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. അപ്പം ഉപ്പ് എടുക്കുമ്പോൾ അതായത് നമ്മൾ സ്പൂണിൽ ഉപ്പ് എടുക്കുമ്പോൾ നിറയെ എടുത്തിട്ട് ഈ ഉപ്പ് ഇരിക്കുന്നിടത്ത് നിന്ന് സ്പൂണിലെടുക്കും. എടുത്തുകൊണ്ടായിരിക്കും കൊണ്ട് കറിയിൽ കൊണ്ടിടുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം ചിലപ്പോൾ അറ്റത്തുനിന്ന് താഴോട്ട് പോകും. അത് ശ്രദ്ധിക്കാറില്ല, അല്ലെ തൂത്ത് കളയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളാണ് ഇത് പറയുന്നത്. അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ ആർക്കും ഉപ്പ് കടം കൊടുക്കാൻ പാടില്ല. അടുത്തടുത്ത് വീടുകളാണെങ്കിലും വില്ലകളിലാണെങ്കിലും പോലും ചിലപ്പോൾ ഉപ്പ് തീർന്ന് ഓടി ചിലപ്പോൾ സന്ധ്യാസമയത്ത് ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ ചിലപ്പോൾ സന്ധ്യയ്ക്കായിരിക്കും വർക്കിംഗ് വുമൺസ് ഇല്ലേ, അപ്പോൾ അവർ സന്ധ്യയ്ക്കായിരിക്കും ഫുഡ് കൂടുതൽ വീടുകളിൽ വെക്കുന്നത്. മക്കൾ ഒക്കെ പുറത്തുള്ളവരായിരിക്കും, ചിലപ്പോൾ അച്ഛനും അമ്മയും വീട്ടിൽ കാണും. അപ്പോൾ സന്ധ്യയ്ക്കാണെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ച ഒരു കാരണവശാലും ഉപ്പ് കൊടുക്കരുത്. നമുക്ക് വിരോധമൊന്നും കൊണ്ടല്ല, ഇങ്ങനെ അത് ചില ആളുകളോട് പറയുമ്പോൾ അത് വിരോധത്തിന് കാരണമാകും. എങ്കിൽ പോലും അത് ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഉപ്പ് എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഉപ്പ് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതുപോലെ പാത്രങ്ങൾ താഴെ വീഴുന്നത്, പാചകം ചെയ്യുമ്പോൾ പാത്രങ്ങൾ താഴെ വീഴുന്നത് സ്വാഭാവികമാണ്. പാചകം ചെയ്യുമ്പോൾ മാത്രമല്ല, സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴും കൈതെറ്റി പാത്രങ്ങൾ വീഴും. ഒരു വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ പാത്രങ്ങൾ കിലുങ്ങുന്ന സൗണ്ട് കേൾക്കാത്ത നേരങ്ങളുണ്ടാവില്ല. എന്നാൽ ഇത് അടിക്കടി സംഭവിക്കുന്നത് ദോഷകരമാണെന്നാണ് പറയുന്നത്. ഇത് ജീവിതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. വരാൻ പോകുന്ന കുഴപ്പങ്ങൾ മുന്നോടിയാണ്. നമ്മുടെ കയ്യിരിക്കുന്ന സാധനം നമ്മൾക്ക് പിടിച്ചാൽ പോലും നിൽക്കാതെ നിലത്ത് വീഴുന്നത് വരാനിരിക്കുന്ന വിപത്തുകളുടെ അല്ലെങ്കിൽ ചില വിഷമങ്ങളുടെ മുന്നോടിയായിട്ടാണ്. വാസ്തുദോഷവും ഇതിന് കാരണമായി. വീടിൻ്റെ വാസ്തുദോഷവും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മുറുക്കി പിടിച്ചാൽ പോലും നിലത്ത് വീഴുന്നെങ്കിൽ അത് വീടിൻ്റെ ചില വാസ്തുദോഷമാണ് കാരണമാക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ദൗർഭാഗ്യങ്ങളും വേട്ടയാടിക്കൽ ലക്ഷ്മി കോപത്തിനും പാത്രമായേക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. വാസ്തുദോഷം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന വീട് നിമിഷ നേരം കൊണ്ട് ഇടിച്ചു പൊളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരോടും പറയുകയാണ്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെല്ലാം ജീവിക്കുന്നത് നല്ലൊരു സന്തോഷകരമായ ഒരു ജീവിതം, അല്ലെങ്കിൽ നല്ല സന്തോഷകരമായ ഒരു പ്രഭാതം, അല്ലെങ്കിൽ നല്ല സന്തോഷമായ ഒരു സുദിനം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആരും ദുഃഖത്തിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് ഒന്നും മോചിതരായിട്ടില്ല. അങ്ങനെ ഒരു മോചനം ഉണ്ടാവാൻ പോകുന്നില്ല. ജീവിതമാണ്. ഏറ്റക്കുറച്ചിലുകൾ ധാരാളമായിരിക്കും, ദുരിതങ്ങളായിരിക്കും കൂടുതൽ. നല്ല സമയങ്ങൾ വിരളമായിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ദിവസം എടുത്താൽ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ കുറവായിരിക്കും. എന്തെങ്കിലും ഒരു 100,000 വിഷമത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം, എപ്പോഴാണ് നമ്മളൊന്ന് ചിരിക്കുന്നത്. കാരണം ചിരിക്കുക, രാവിലെ എണീറ്റാൽ കുട്ടികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ കാര്യങ്ങൾ, ബാങ്കിൽ പോക്ക്, ജോലി തിരക്ക്, അല്ലെങ്കിൽ അവിടെ പണം അടച്ചില്ല, വണ്ടിയുടെ പണം അടച്ചില്ല, EMI പേ ചെയ്തില്ല, 1000 ടെൻഷൻ. അതിനിടയ്ക്ക് എപ്പോഴാണ് നമ്മളൊന്ന് ചിരിക്കുന്നത്? നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മുഖേന, ചെറിയ ചെറിയ കാര്യങ്ങൾ മുഖേന വലിയൊരു വിപത്തുകൾ വരാതിരിക്കാനായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും എല്ലാം ജോലി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെക്കുമ്പോഴും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലത്ത് വീഴരുത്. അതിന് പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഓരോ പാത്രമായാലും ഉപ്പായാലും എല്ലാം കാശ് കൊടുത്താലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് താഴെ വീഴുമ്പോൾ അത്രയും നഷ്ടപ്പെട്ടു പോകുക. നാളെ അത് വീണ്ടും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഓർത്ത് കാര്യങ്ങളെല്ലാം നന്നായി നല്ല രീതിയിൽ പോയിക്കോട്ടെ. നന്നായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. എല്ലാം നടന്നുകൊള്ളും. നമുക്ക് ഈ ലോകത്തോട്ട് ഇങ്ങോട്ട് അയച്ച ഭഗവാൻ അറിയാമല്ലോ, അദ്ദേഹത്തിന് അറിയാം നമ്മളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അത് നടന്നോളും. പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് ചില വിഷമങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ വന്നു പോകാം. ചില മനുഷ്യർ വരുത്തി വെക്കുന്നതുകൊണ്ട്, അതിനായിട്ട് ചില ആളുകളുണ്ട്. അതൊക്കെ അങ്ങനെ പൊയ്ക്കോളും. അതൊന്നും ഓർക്കണ്ട. പിന്നെ ജാതകത്തിൽ നമുക്കുള്ളത് നമുക്ക് തന്നെ ലഭിക്കും. അത് ചിലപ്പോൾ ഇച്ചിരി വൈകും എന്ന് വെച്ച് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തവരൊന്നും ഇല്ല ആരും ലോകത്ത്. എല്ലാവർക്കും ഓരോ അവരുടേതായ വിഷമങ്ങളും ദുഃഖങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിക്കുക. കൂടുതൽ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസങ്ങളൊന്നും വേണ്ട. അന്ധമായിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ അന്ധതയിലേക്ക് വീണ്ടും പോകത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാം മിതമായ രീതിയിൽ
മുന്നോട്ട് പോകട്ടെ. സന്തോഷമായിട്ടിരിക്കൂ. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. നല്ലൊരു കാലം നമുക്ക് ഏവർക്കും ഉണ്ടാകും. നന്നായിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കൂ. ഏവർക്കും സമാധാനം ഉണ്ടാകട്ടെ. നമസ്കാരം.